പാലായിൽ ജോസ് കെ മാണി വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. LDFന് പാലാ നഗരസഭ കിട്ടാക്കനിയായി മാറിക്കഴിഞ്ഞു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ കോട്ടയിൽ തന്നെ LDFന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. വൻ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ജോസ് കെ മാണിയുടെ പ്രതീക്ഷകളെല്ലാം പാളിയെന്ന് മാത്രമല്ല, മുന്നണിയിലെ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം കഴിഞ്ഞ തവണ ആദ്യമായി LDF പിടിച്ചെടുത്ത പാലാ നഗരസഭയുടെ ഭരണം UDF തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ്. ജോസ് കെ മാണി വിഭാഗം അടക്കം മത്സരിച്ച വാർഡുകളിലടക്കം LDF കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. 26 വാർഡുകളുള്ള നഗരസഭയിൽ LDFന് കേവലം 10 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. ജോസ് കെ മാണിയെ വിമർശിച്ചതിനെ തുടർന്ന് CPM-ൽ നിന്നും പുറത്താക്കപ്പെട്ട ബിനു പുളിക്കക്കണ്ടം, അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, ബിനുവിന്റെ മകൾ ദിയ എന്നിവരുടെ വിജയമാണ് മാണി ഗ്രൂപ്പിന്റെ പതനത്തിന് കാരണമായ നിർണായക ഘടകങ്ങൾ. ജോസ് കെ മാണിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന 22-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ പരാജയമാണ് LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിച്ചത്. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി UDFന്റെ രജിത പ്രകാശാണ് ഈ വാർഡ് പിടിച്ചെടുത്തത്. ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എം പാർട്ടിക്കും ഇതൊരു വലിയ നാണക്കേടായെന്നതിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പിന് മുൻപ് UDFന് പല വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്തത് പരാജയഭീതി കൊണ്ടാണെന്നും കഴിഞ്ഞ തവണത്തെ പ്രകടനത്തെക്കാൾ മെച്ചപ്പെട്ട വിജയം പാലായിൽ ഉണ്ടാകുമെന്നും ജോസ് കെ മാണി ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ഈ ആത്മവിശ്വാസത്തെയും കണക്കുകൂട്ടലുകളെയും പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ടാണ് പാലായിലെ ജനവിധി പുറത്തു വന്നിരിക്കുന്നത്. നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് കേവലം 10 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. 26 വാർഡുകളുള്ള നഗരസഭയിൽ UDFും വിമത സ്ഥാനാർത്ഥികളും ചേരുമ്പോൾ ഭരണം UDF തിരിച്ചുപിടിക്കുമെന്നത് ഉറപ്പായി. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇടതുമുന്നണി പിടിച്ചെടുത്ത പാലാ നഗരസഭയുടെ ഭരണം ഇതോടെ കൈവിട്ടു പോവുകയാണ്. വർഷങ്ങളോളം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFന്റെ അവിഭാജ്യ ഘടകമായിരുന്നു ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം. എന്നാൽ KM മാണിയുടെ വിയോഗാനന്തരം നേതൃത്വവുമായി, പ്രത്യേകിച്ച് കോൺഗ്രസുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും പാലാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങളുമാണ് മുന്നണി മാറ്റത്തിന് വഴി തുറന്നത്. ഈ ഭിന്നതകൾക്കൊടുവിൽ UDF വിട്ട് ഇടതുമുന്നണിയിലേക്ക് കളം മാറ്റി ചവിട്ടിയ ജോസ് കെ മാണിക്ക് സംസ്ഥാന തലത്തിൽ നിർണായക സ്ഥാനം ലഭിക്കുകയും ചെയ്തു. മുന്നണി മാറ്റം മധ്യ തിരുവിതാംകൂറിൽ LDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നായിരുന്നു CPM-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സ്വന്തം തട്ടകമായ പാലായിൽ ജോസ് കെ മാണിക്ക് നേരിട്ട ഈ തിരിച്ചടി മുന്നണി മാറ്റത്തെ അവിടുത്തെ പരമ്പരാഗത വോട്ടർമാർ പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ലെന്ന സൂചനയാണ് നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ CPI-യെ പോലെ ശക്തരായ ഘടകകക്ഷികളെ പോലും തഴഞ്ഞ് കേരള കോൺഗ്രസ് എമ്മിന് പാലായിൽ കൂടുതൽ സീറ്റുകൾ നൽകിയാണ് LDF മത്സരിച്ചത്. കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം മധ്യ തിരുവിതാംകൂറിൽ വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അമിത പരിഗണന. വർഷങ്ങളോളം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFന്റെ ഭാഗമായിരുന്ന ജോസ് കെ മാണി വിഭാഗം KM മാണിയുടെ വിയോഗാനന്തരം കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് 2020-ലാണ് ഇടതുപക്ഷത്തേക്ക് കളം മാറ്റി ചവിട്ടിയത്. എന്നാൽ സ്വന്തം തട്ടകമായ പാലായിൽ അമിതമായി സീറ്റ് നൽകിയിട്ടും ജോസ് കെ മാണിയുടെ വിഭാഗം ദയനീയമായി പരാജയപ്പെട്ടതോടെ മുന്നണിയിൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് തൃശങ്കൂലാകും. CPI അടക്കമുള്ള ഘടകകക്ഷികൾ ഈ പരാജയം ചൂണ്ടിക്കാട്ടി മുന്നണിയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കാനുള്ള സാധ്യത ഏറെയാണ്.